ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം സഞ്ജീവനി ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് സർക്കാരെ ഉന്നതി കടുവേനിയിൽ നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വി രാംദാസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ മാത്യു, ജോസ് കുത്തിയതോട്ടിൽ, ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത്, സെബാസ്റ്റ്യൻ കെ മോഹനൻ, മേഴ്സി മാണി, RDO ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം സുഹാസ് എന്നിവർ പ്രസംഗിച്ചു. ട്രൈബൽ മെഡിക്കൽ ക്യാമ്പിൽ ചർമ്മരോഗം, ശ്വാസരോഗം, സ്ത്രീരോഗം, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. കൂടാതെ ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, പ്രമേഹ പരിശോധന, ക്യാൻസർ പ്രാഥമിക പരിശോധനയായ കഫ പരിശോധന എന്നിവയും നടന്നു. പരിശോധനകളും മരുന്ന് വിതരണവും സൗജന്യമായിരുന്നു. ക്യാമ്പിനോടനുബന്ധിച്ച് ചാർട്ടുകളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. ഇതോടനുബന്ധിച്ചൊരുക്കിയ പരമ്പരാഗത പോഷകാഹാര പരിപാടിയും ശ്രദ്ധേയമായിരുന്നു. സഞ്ജീവനി പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം പഴയ കാലത്ത് ട്രൈബൽ ജനങ്ങൾ ഒരുപാട് നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണ് നാര. പിന്നെ പഴയ കാലത്ത് ഫുഡൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ ഉപയോഗിച്ചിരുന്ന പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ട്രൈബൽ ഹെൽത്ത് മേഖലയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ട്രൈബൽ ഹെൽത്ത് നഴ്സുമാരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 9 പഞ്ചായത്തുകളിൽ 10 PSCകളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മിക്കവാറും ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടും ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഒരു മേഖലയിൽ നിന്ന് മാത്രം ST മേഖലയിൽ നിന്ന് മാത്രമുള്ള ക്വാളിഫിക്കേഷനുള്ള ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങൾ കൂടുതലായി നമ്മളിവിടെ സഞ്ജീവിനി എന്ന ഒരു പ്രൊജക്ടിന്റെ പേരിൽ വിവിധ തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായി ഇന്നും ഇവിടെ ഒരു മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ സ്വാഗതത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സ്ഥാനം അലങ്കരിക്കുന്ന ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഒക്കെ താല്പര്യപ്രകാരം വിദഗ്ധരായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയുണ്ടായി. ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ വീഡിയോ ചിത്രീകരണത്തിനായി നീതി ആയോഗിന്റെ ആളുകൾ ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടും അവര് ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഇത് ഒരു വിപുലമായ പ്രോഗ്രാം ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളുടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 500 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 9 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നമ്മളുടെ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി വിവിധ മേഖലകൾ 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ 500 ബ്ലോക്കിനായി ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിൽ 9 ബ്ലോക്ക് പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തത്. അതിൽ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ബ്ലോക്കാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തത്. അത് സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ് അതിന്റെ പ്രഖ്യാപനം ഡൽഹിയിൽ വെച്ച് നടന്നത്. അതിനുശേഷം 2023 ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 8-ാം തീയതി വരെയുള്ള തീയതികളിൽ നീതി ആയോഗ് എന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് 39 സൂചകങ്ങളിലായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒക്ടോബർ മാസം 16-ാം തീയതി ഗവൺമെന്റ് നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയും അന്ന് തന്നെ വൈകിട്ട് നമ്മുടെ മുഴുവൻ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 7 ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാര് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശില്പശാല. ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള
ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. മാറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറം പകിട്ടേക്കാൻ ഒരു സുവർണ അവസരം. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ. കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്, ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി, ഗ്ലാസ് പെയിന്റിംഗ്, ഡോൾ മേക്കിംഗ്, ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം. വിവാഹം, ആദ്യ കുർബാന, സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബസ് സ്റ്റാൻഡിന് സമീപം, ചെറുപുഴ. ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ, കേരള ബാങ്കിന് സമീപം, ചെറുപുഴ. ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ: വീട്ടുജോലി, രോഗശുശ്രൂഷ, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ നോക്കൽ, ആശുപത്രി കൂട്ടിരിപ്പ്. ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ, ചെറുപുഴ.